നമസ്കാരം. കൂടെ ഹോളിഡേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ജപ്പാനിലേക്ക് ടൂറിസ്റ്റ് വിസ ഓപ്പൺ ആയിട്ടുണ്ടോ? ജപ്പാനിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? എന്തൊക്കെയാണ് ഡോക്യുമെന്റ്? വിസ കിട്ടുന്നുണ്ടോ? എത്രയാണ് ചാർജ് വരുന്നത്? വിസ പീരീഡ്, വിസയ്ക്ക് എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ടാവും? എത്ര ദിവസം കൊണ്ടാണ് വിസ കിട്ടുന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. കൂടെ ഹോളിഡേസിന്റെ ഓഫീസ് നമ്പറിൽ അതേപോലെ തന്നെ മെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജപ്പാൻ വിസയുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ജപ്പാനിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക. ജപ്പാനിലേക്ക് സ്റ്റിക്കർ വിസയാണ് അടിക്കുന്നത്. ജപ്പാനിലേക്ക് സ്റ്റിക്കർ വിസ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വിസ ഉണ്ടാവുക. വിസ പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 3 മാസത്തെ വിസ പീരീഡ് ഉണ്ട്. അതിനകത്ത് 15 ദിവസത്തേക്കാണ് വിസ അടിച്ചിരിക്കുന്നത്. അപ്പോൾ വിസ അടിക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വിസ അടിച്ചിരിക്കുന്നത്, സ്റ്റിക്കർ വിസ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വേണ്ടേ? ഒരാൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ? ഏജൻസി വേണോ? എത്ര കാശ് ചിലവാക്കേണ്ടി വരും? എന്തൊക്കെ ഡോക്യുമെന്റ്സ് വെക്കേണ്ടി വരും? ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട്. എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത്? എന്തൊക്കെ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം? എത്ര കാശ് ബാലൻസ് ബാങ്കിൽ വേണം? എത്ര മാസം സ്റ്റേറ്റ്മെന്റ് വേണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. അതേപോലെ തന്നെ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കാനായിട്ട് ഒരുപാട് വിസകളൊക്കെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. നമ്മൾക്ക് ജപ്പാന്റെ ടൂറിസ്റ്റ് വിസയ്ക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ളത് നോക്കാം. ഇതാണ് ജപ്പാന്റെ വിസയുടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ചെക്ക് ലിസ്റ്റിനകത്ത് പറയുന്നത് ടെമ്പററി വിസിറ്റർ വിസ ഫോർ സൈറ്റ് സീയിങ് വിത്തൗട്ട് ഗ്യാരണ്ടർ എന്നുള്ള ഓപ്ഷനാണ്. വിത്ത് ഗ്യാരണ്ടർ ഉണ്ട്, വിത്തൗട്ട് ഗ്യാരണ്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് സാധാരണഗതിയിൽ ഒരാൾ വിത്തൗട്ട് ഗ്യാരണ്ടറിലായിരിക്കും ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുക. വേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, പിന്നെ നമ്മളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ബാക്ക് കോപ്പി, ഒരു ആപ്ലിക്കേഷൻ ഫോം, അത് നമുക്ക് ഓൺലൈനിലായിട്ട് നെറ്റിൽ നിന്ന് തന്നെ പ്രിന്റ് ഔട്ട് എടുക്കാം. ആപ്ലിക്കേഷൻ ഫോം, കവറിംഗ് ലെറ്റർ വേണം. നമ്മൾ എന്തിനാണ് പോകുന്നത്, എന്താണ് ഇതിനു മുമ്പ് നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വിശദമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു കവറിംഗ് ലെറ്റർ തീർച്ചയായിട്ടും വയ്ക്കണം. പിന്നെ ഫോട്ടോ വയ്ക്കണം. 6 മാസത്തിനുള്ളിൽ എടുത്തൊരു ഫോട്ടോ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് അക്കോമഡേഷൻ്റെ ഒരു കൺഫേംഡ് അക്കോമഡേഷൻ വേണം. ട്രാവൽ ഐറ്റിനറി വേണം. ഹോട്ടൽ ബുക്കിംഗ്. ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ചോദിക്കുന്നത് ലാസ്റ്റ് 3 ഇയർ ഇൻകം ടാക്സ് റിട്ടേൺസ് ചോദിക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് ഇൻകം ടാക്സിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചാലും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളൊരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയറുടെ അടുത്തു നിന്നുള്ള ലീവ് ലെറ്ററും NOCയും നമ്മൾ വയ്ക്കണം. പിന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതേപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ, അങ്ങനെ കമ്പനിയുടെ ഓണർ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വരുന്നത്. കമ്പനിയുടെ ഓണർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണർഷിപ്പ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വയ്ക്കണം. പ്രൊപ്പറേറ്റർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പറേറ്റർ ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇത് വയ്ക്കണം. കമ്പനിയുടെ 3 വർഷത്തെ ഇൻകം ടാക്സ് അടച്ചിരിക്കുന്ന പേപ്പർ, അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 6 മാസം ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് എത്ര എമൗണ്ട് വേണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. 1 ലക്ഷം രൂപയെങ്കിലും ബാലൻസ് കാണിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആണ് ജപ്പാൻ ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഈസി ആയിട്ട് ഏതൊരാൾക്കും കിട്ടാവുന്ന ഡോക്യുമെന്റ്സ് തന്നെയാണിത്. പിന്നെ രണ്ടാമത് നമുക്ക് വരുന്നത് വിസ ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതും നമ്മൾക്ക് ഓൺലൈനിൽ നമ്മൾ ജപ്പാന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ചെക്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ വിസ ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഫോട്ടോ ഒട്ടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫോട്ടോയുടെ സൈസ് വരുന്നത് 45 mm × 45 mm സൈസാണ് ഫോട്ടോയ്ക്ക് വരുന്നത്. ഫസ്റ്റ് നെയിം കൊടുക്കുക, നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, മാരിറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി കൊടുക്കുക. പിന്നെ നമ്മളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കുക, പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഇഷ്യൂയിങ് അതോറിറ്റി, ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് എക്സ്പയറി, പർപ്പസ് ഓഫ് വിസിറ്റ് ടു ജപ്പാൻ. അത് സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ രീതിയിലാണെങ്കിൽ ടൂറിസം എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇന്റൻഡഡ് ലെങ്ത് ഓഫ് സ്റ്റേ ഇൻ ജപ്പാൻ, നമ്മൾ എത്ര ദിവസം അവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് അറൈവൽ ഇൻ ജപ്പാൻ, നമ്മൾ എന്നാണ് അവിടെ എത്തുന്നത്.
പോർട്ട് ഓഫ് എൻട്രി ഇൻ ടു ജപ്പാൻ, നമ്മൾ എങ്ങനെയാണ് ഏത് എയർപോർട്ട് വഴിയാണ് പോകുന്നത്, അത് ഷിപ്പാണെങ്കിൽ ഷിപ്പ്, എയർലൈൻ ആണെങ്കിൽ എയർലൈൻ, അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനുള്ള കോളമുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതാനായിട്ടുള്ള ഒരു കോളമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ആയിട്ട് ജപ്പാനിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നാണ് പോയിക്കണേന്ന് കൊടുക്കാനായിട്ടൊരു കോളമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കറണ്ട് പ്രൊഫഷൻ, ഒക്കുപ്പേഷൻ, പൊസിഷൻ, ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻവൈറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവൈറ്ററുടെ ഇത് ഡീറ്റെയിൽ കൊടുക്കുക, അതല്ലെങ്കിൽ അതൊക്കെ ബ്ലാങ്ക് ആയിട്ട് ഇടുക. പിന്നെ ചോദിക്കുന്നത് ഹാവ് യു എവർ ബീൻ കൺവിക്റ്റഡ് ഓഫ് എ ക്രൈം ഓർ ഒഫൻസ് ഇൻ എനി കൺട്രി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് യെസ് നോ ടിക്ക് ചെയ്ത് കൊടുക്കാനുള്ള, അത് എല്ലാം നോ തന്നെ ആയിരിക്കും എല്ലാവർക്കും, അപ്പോൾ നോ തന്നെ കൊടുക്കുക. യെസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു കോളം കൂടി കൊടുത്തിട്ടുണ്ട്, അത് എന്തുകൊണ്ട് നിങ്ങൾ ആ ക്രൈം വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ബാക്കി പിന്നെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ, സിഗ്നേച്ചർ ഓഫ് ആപ്ലിക്കേഷൻ, ഇത്രയും സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും ചെക്ക് ലിസ്റ്റ്, വളരെ ചുരുക്കം 5 or 6 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ചെക്ക് ലിസ്റ്റുമാണ് ഉള്ളത്. അപ്പം ഇത്രയും ഫില്ല് ചെയ്ത് നമ്മൾ കൊച്ചിയിൽ, ഇപ്പൊ സാധാരണ രീതിയിലാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ കൊച്ചിയിലാണ് നമ്മളുടെ ഒരു സെന്റർ ഉള്ളത്. കൊച്ചിയിൽ ഷിപ്പ് യാർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് UK ഒക്കെ എടുക്കുന്ന ഒരു കുരിശുപള്ളി റോഡിൽ ഒരു VFS സെന്റർ ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഈ ജോർജിയയുടെയും ടർക്കിയുടെ ഒക്കെ അവിടെ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് മൺഡേ ടു ഫ്രൈഡേ 1 മണിക്കുള്ളിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വാക്കിലായിട്ട് ഇത് എടുത്തോളും. 550 രൂപയാണ് എംബസി ഫീസായിട്ട് അവർ മേടിക്കുന്നത്. VFSന്റെ ചാർജായിട്ട് ഏകദേശം ഒരു 1200 രൂപ മേടിക്കുന്നത്. അങ്ങനെ 1700 രൂപയാണ് ടോട്ടൽ അവിടെ സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് അവിടുത്തെ ചാർജായിട്ട് വരുന്നത്. അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് വിസ റിജക്ഷൻ ആവുകയാണെങ്കിൽ ഈ എംബസി ഫീസ് 550 രൂപ തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ 550 രൂപയ്ക്ക് വേണ്ടി നമ്മൾ പിന്നെ ക്ലെയിം ചെയ്യണം, പിന്നെ ആരും അങ്ങനെ ക്ലെയിം ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അവിടുത്തെ VFSന്റെ ആളുകൾ പറഞ്ഞത്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബയോമെട്രിക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ നിന്ന് ഒരു 8 ദിവസം കൊണ്ട് ഓൺലൈനിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. പാസ്പോർട്ട് നമ്മളുടെ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് പാസ്പോർട്ട് വരും. പാസ്പോർട്ട് തുറന്നു നോക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പാസ്പോർട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതേപോലെ സ്റ്റിക്കർ വിസ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതേപോലെ ഒരു സ്റ്റിക്കർ വിസ ചെയ്യും. അതിനകത്ത് അവർ വ്യക്തമായിട്ട് കൊടുക്കും പ്ലേസ് ഓഫ് ഇഷ്യൂ എവിടെയാണ്, ഏത് എംബസിയാണ് ഇത് ചെയ്തതെന്നുള്ളത്. അത് ചെന്നൈ ആണ് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യേണ്ടത്. ചെന്നൈ ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്. പക്ഷെ നമ്മുടെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് ചെന്നൈയുടെ അണ്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴും വിസ ഓഫീസർക്ക് അഡ്രസ്സ് ചെയ്യുമ്പോഴും കവറിംഗ് ലെറ്ററിലും എല്ലാം നമ്മൾ ചെന്നൈയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ വിസ അടിക്കുന്ന പീരീഡ് മുതൽ 3 ദിവസത്തേക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു പീരീഡ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇവർ വിസ എന്നാണോ ഇവർ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് അന്ന് മുതൽ അടുത്ത 3 മാസത്തേക്ക് ഇവർക്ക് ആ ഒരു പീരീഡ് ഉണ്ട്. അതിനകത്ത് നമ്മൾക്ക് തന്നിരിക്കുന്നത് 15 ദിവസം. നമ്മൾക്ക് അവിടെ നമ്മളൊരു 8 ദിവസമാണ് ചോദിച്ചാൽ അപ്പം നമുക്കൊരു 15 ദിവസം അതിനകത്ത് സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ എൻട്രി ആണോ മൾട്ടിപ്പിൾ എൻട്രി ആണോ ആദ്യം ചോദിക്കുന്നുണ്ട്. നമ്മൾ സിംഗിൾ എൻട്രി ആണ് കൊടുത്തത്. സിംഗിൾ എൻട്രി കൊടുത്തിട്ടുണ്ട്. ഇഷ്യൂ നമ്പർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്ത് വിസയാന്നുള്ളത് ടെമ്പററി വിസിറ്റർ വിസ എന്നുള്ള കാറ്റഗറിയിലാണ് അടിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നാഷണാലിറ്റി, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജപ്പാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക. നമ്മളെ വിളിക്കുമ്പോൾ നമ്മളുടെ സർവീസ് ചാർജ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് വരും. മറ്റുള്ള 1700 രൂപ എന്ന് പറഞ്ഞത് VFSലേക്ക് നമ്മൾ അടയ്ക്കേണ്ട കാശാണ്. ബാക്കി നമ്മുടെ സർവീസ് ചാർജ് കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കേണ്ടി വരും. ഫ്ലൈറ്റ് ഐറ്റിനറി നമ്മൾ ഇതിനകത്ത് വയ്ക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ചോദിക്കുന്നുണ്ട്, ഏതാണ് ഫ്ലൈറ്റ്, എങ്ങനെയാണ് പോർട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഐറ്റിനറി നമ്മൾ അതിനകത്ത് തീർച്ചയായിട്ടും വച്ച് കാണിക്കണം. വേറെ പ്രത്യേകിച്ച് അവിടെ കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല. അപ്പോൾ ഈസി ആയിട്ട് നമ്മൾക്ക് സബ്മിറ്റ് ചെയ്തിട്ട് പോരാം. ഇപ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് ആണ് 4-5 പേരും കൂടിയാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരാൾ പോയാലും ബാക്കി എല്ലാവരെയും കൂടി സബ്മിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു റെഫറൻസ് നമ്പർ ഉള്ള ഒരു അക്നോളജ്മെന്റ് തരും. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഫറൻസ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ ജപ്പാൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്ത് നോക്കാനും പറ്റും.
അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മളടുത്ത് തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ആരെങ്കിലുമൊക്കെ ജപ്പാനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമുക്ക് അവിടെ വരുമ്പോൾ കാണാനായിട്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. മറ്റുള്ള ആളുകൾ ഇത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. ഒരു ഡിലേ കാര്യങ്ങൾ വരുന്നില്ല, എന്താ വെച്ചാൽ ഡേറ്റ് എടുക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഡിലേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്മസ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിസകൾ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. ഷെങ്കൻ വിസയിൽ എപ്പോഴും റിസ്ക് ഫാക്ടർ ഉണ്ട്, വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥമുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ജപ്പാനുമായി ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യാം. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഹോളിഡേയ്സിന് വേണ്ടി CC ചെയ്യുന്നത്. താങ്ക് യു.